അനാലിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിനെ കുറിച്ചിട്ടാണ്. 3 തിയറീസ് ആണ് ഈ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഏതൊക്കെയായിരുന്നു? കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, പിന്നെ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, ദെൻ റിവീൽഡ് പ്രിഫറൻസ് തിയറി. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്? ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ഇപ്പോൾ ഇന്നത്തെ ടോപ്പിക്കുകൾ ഓർഡിനൽ അപ്രോച്ച്, പ്രിഫറൻസസ് ഓഫ് കൺസ്യൂമർ, മോണോട്ടോണിക് പ്രിഫറൻസ്, സ്കെയിൽ ഓഫ് പ്രിഫറൻസ്, അതുപോലെ ഇൻഡിഫറൻസ് കർവ്, പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇപ്പോൾ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്താണ്? ആ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ, മോണോട്ടോണിക് പ്രിഫറൻസ്, സ്കെയിൽ ഓഫ് പ്രിഫറൻസ്, അതുപോലെ ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് ഉപയോഗിച്ചുകൊണ്ടാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് കൺസ്യൂമർ ഇക്വിലിബ്രിയം ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻഡിഫറൻസ് കർവ് ഉപയോഗിച്ചിട്ടാണ്. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ഭാഗം തന്നെയാണ് ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. എന്താണ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓർഡിനൽ മീൻസ് എന്താണ്? ക്രമത്തിനനുസരിച്ച്, ക്രമാനുസരണമായിട്ട് എന്നുള്ളതാണ് കേട്ടോ ഓർഡിനലിൻ്റെ അർത്ഥം. ഓർഡിനൽ അപ്രോച്ച് പോസ്റ്റുലേറ്റ്സ് ദാറ്റ് യൂട്ടിലിറ്റി ഈസ് നോട്ട് മെഷറബിൾ. നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റിൻ്റെ കേസിൽ പറഞ്ഞത് എന്താണ്? യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അല്ലേ. 1, 2, 3 എന്ന നമ്പേഴ്സിൽ മെഷർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ ഓർഡിനൽ അപ്രോച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് ഓർഡിനൽ അപ്രോച്ച് പോസ്റ്റുലേറ്റ്സ് ദാറ്റ് യൂട്ടിലിറ്റി ഈസ് നോട്ട് മെഷറബിൾ. ഒരിക്കലും മെഷർ ചെയ്യാൻ കഴിയില്ല. മെഷർ ചെയ്യാൻ കഴിയാത്ത യൂട്ടിലിറ്റിയാണ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ ഓർഡിനൽ യൂട്ടിലിറ്റി ഈസ് ആൻ ഓർഡിനൽ മാഗ്നിറ്റ്യൂഡ്. ക്രമത്തിനനുസരിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ റാങ്ക് കൊടുക്കുക എന്നുള്ളതാണ് ഓർഡിനൽ അപ്രോച്ചിൽ വരുന്നത്. കൺസ്യൂമർ ഈസ് ഏബിൾ ടു റാങ്ക് ദ വേരിയസ് ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് അക്കോർഡിംഗ് ടു ദ സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ഈച്ച് ബണ്ടിൽ ഗീവ്സ് ഹിം. കൺസ്യൂമർ എന്താണ് ചെയ്യുന്നത്? ഈസ് ഏബിൾ ടു റാങ്ക് ദ വേരിയസ് ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ്. പലതരം ഗുഡ്സിൻ്റെ ഒരു ബാസ്ക്കറ്റാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഓരോ ഗുഡ്സിനും, ഓരോ ബണ്ടിൽ ഓഫ് ഗുഡ്സിനും ഈ കൺസ്യൂമർക്ക് റാങ്ക് കൊടുക്കാൻ കഴിയും. ഈസ് ഏബിൾ ടു റാങ്ക് ദ വേരിയസ് ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് അക്കോർഡിംഗ് ടു, എന്തിൻ്റെ ബേസിൽ? അക്കോർഡിംഗ് ടു ദ സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ഈച്ച് ബണ്ടിൽ ഗീവ്സ് ഹിം. ഓരോ ബണ്ടിലും എത്ര സാറ്റിസ്ഫാക്ഷനാണ്, എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ഗുഡ്സിനും അല്ലെങ്കിൽ ഓരോ ബണ്ടിൽ ഓഫ് ഗുഡ്സിനും കൺസ്യൂമർക്ക് റാങ്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ കഴിയും. So he must be able to determine his order of preference among the different bundles of goods. അപ്പോൾ ഏത് ബണ്ടിലാണ് മുന്നിൽ വരിക, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഏത് വരണമെന്നൊക്കെ തീരുമാനിക്കാൻ ആർക്ക് കഴിയും? കൺസ്യൂമർക്ക് കഴിയും. ഇപ്പോൾ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം എന്താണ്? യൂട്ടിലിറ്റി ഈസ് ഓർഡിനൽ അല്ലേ. അതായത് അത് ക്രമത്തിനനുസരിച്ചിട്ട് നിർണ്ണയിക്കുകയാണ്. യൂട്ടിലിറ്റി നമുക്ക് ഒരിക്കലും മെഷർ ചെയ്യാൻ കഴിയില്ല. അതിന് പകരം എന്താണ് ചെയ്യുന്നത്? ഓരോ ബണ്ടിൽ ഓഫ് ഗുഡ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചിട്ട് നമ്മൾ റാങ്ക് കൊടുക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഓർഡർ ഓഫ് പ്രിഫറൻസ്. The ordinal approach employs the device of indifference curve for the determination of consumers equilibrium. അപ്പോൾ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡിനൽ അപ്രോച്ചിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് എന്ത്, അല്ലെങ്കിൽ ഒരു ഡിവൈസാണ്, ഒരു ഉപകരണമാണ് എന്ത്? ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ ഏത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തെ പറയുന്നത്? ഇൻഡിഫറൻസ് കർവ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് പറയുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട കൺസെപ്റ്റുകളാണ് പ്രിഫറൻസസ് ഓഫ് ദി കൺസ്യൂമർ, മോണോട്ടോണിക് പ്രിഫറൻസ്, അതുപോലെ സ്കെയിൽ ഓഫ് പ്രിഫറൻസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് പ്രിഫറൻസസ് ഓഫ് ദി കൺസ്യൂമർ. എ കൺസ്യൂമർ ക്യാൻ ചൂസ് ഹെർ കൺസംഷൻ ബണ്ടിൽ ഓൺ ദി ബേസ് ഓഫ് ഹെർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓവർ ദ ബണ്ടിൽസ് ഇൻ ദി ബജറ്റ് സെറ്റ്. ബജറ്റ് സെറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, എന്താണ്? കളക്ഷൻ ഓഫ് കൺസംഷൻ ബണ്ടിൽസ്. ഈ ബജറ്റ് സെറ്റിൽ വരുന്ന ബണ്ടിൽസിൽ ഏത് വേണം എന്ന് തീരുമാനിക്കുന്നത് ഒരു കൺസ്യൂമറാണല്ലേ. ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഓരോ കൺസ്യൂമറും അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ബണ്ടിലാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കും.
So it is generally assumed that the consumer has well-defined preferences over the set of all possible bundles. She can compare any two bundles and she can prefer one to the other, or she is indifferent between the two. സോ ഒരു കൺസ്യൂമർക്ക് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു അസംഷൻ ഉണ്ടാവും അല്ലേ, ഏത് ബണ്ടിൽ വേണം തിരഞ്ഞെടുക്കാൻ എന്നുള്ളത് ഒരു കൃത്യമായിട്ടുള്ളൊരു ധാരണ ആർക്കുണ്ടാവും, ഒരു കൺസ്യൂമർക്ക് ഉണ്ടാവും. ഇപ്പോൾ കൺസ്യൂമർക്ക് 2 ബണ്ടിൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ 2 ബണ്ടിൽസിൻ്റെ ഇടയിൽ ഒരു കമ്പാരിസൺ നടത്താം, അല്ലെങ്കിൽ കമ്പാരിസൺ നടത്തിയിട്ട് ഒന്നുമാണെങ്കിൽ ചൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഒന്നിനേക്കാൾ കൂടുതൽ മറ്റേതാണ് നല്ലത് എന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. അതുപോലെ ഓർ ഷീ ഈസ് ഇൻഡിഫറൻറ്റ് ബിറ്റ്വീൻ ദി ടു, രണ്ടിൽ ഏത് വേണം എന്നുള്ളതും വേണമെങ്കിൽ തീരുമാനിക്കാം, അല്ലെങ്കിൽ ഏതായാലും കുഴപ്പമില്ല എന്ന രീതിയിലേക്കും പോവാം. So it is assumed that the consumer can rank the bundles in order of her preferences over them. അപ്പോൾ ഏതാണ് ബെറ്റർ എന്നുള്ള രീതിയിൽ കൺസ്യൂമർക്ക് ഈ ബണ്ടിൽസിന് എന്ത് ചെയ്യാം, റാങ്ക് കൊടുക്കാൻ കഴിയും. സോ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ കൺസ്യൂമർ ക്യാൻ റാങ്ക് ദ ബണ്ടിൽസ് ഇൻ ഓർഡർ ഓഫ് ഹർ പ്രിഫറൻസസ് ഓവർ ദം. അപ്പോൾ പ്രിഫറൻസസ് ഓഫ് ദി കൺസ്യൂമർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഓരോ ബണ്ടിൽസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ബണ്ടിൽസിന് ഒരു കൺസ്യൂമർക്ക് അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് വേണമെന്ന് തീരുമാനിക്കാൻ കഴിയും. എന്നിട്ട് ഏതെങ്കിലും ഒന്ന് ഏതാണ് ബെറ്റർ എന്നുള്ള രീതിയിൽ അവർക്ക് റാങ്ക് കൊടുക്കാൻ കഴിയും, അല്ലെങ്കിൽ ദേ ആർ ഇൻഡിഫറൻറ്റ് ബിറ്റ്വീൻ ദ ടു ബണ്ടിൽസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മോണോട്ടോണിക് പ്രിഫറൻസ് ആണ്. മോണോട്ടോണിക് മീൻസ് ഏകദാനമായ എന്നുള്ളതാണ് അർത്ഥം. Consumer prefer those bundles which has more of at least one commodity and no less of the other. This is called monotonic preference. എന്താണ് monotonic preference എന്ന് പറഞ്ഞാൽ, കൺസ്യൂമർ പ്രിഫർ ദോസ് ബണ്ടിൽസ് വിച്ച് ഹാസ് മോർ ഓഫ് അറ്റ് ലീസ്റ്റ് വൺ കമ്മോഡിറ്റി ആൻഡ് നോ ലെസ് ഓഫ് ദി അതർ. ഒരു കൺസ്യൂമർ ഒരു ബണ്ടിൽ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബണ്ടിലിൽ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റി എക്സ്ട്രാ വേണം, മറ്റേത് കുറയാനും പാടില്ല. അത്തരത്തിലുള്ള ബണ്ടിലാണ് ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയാം. ഇപ്പോൾ കുറേ ബണ്ടിൽസ് ഉണ്ട്, ആ ബണ്ടിലിൽ ഒരു ബണ്ടിലാണ് കൺസ്യൂമർ ചൂസ് ചെയ്യുന്നത്. ആ ബണ്ടിലിൽ ഒരു കമ്മോഡിറ്റി എക്സ് എന്ന കമ്മോഡിറ്റി മറ്റുള്ള ബണ്ടിൽസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു എമൗണ്ട് എങ്കിലും കൂടുതൽ വേണം, മറ്റേ കമ്മോഡിറ്റി കുറയാനും പാടില്ല. അതാണ് മോണോട്ടോണിക് പ്രിഫറൻസ്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. അവിടെ ഐഡൻറ്റിഫൈ മോണോട്ടോണിക് പ്രിഫറൻസസ് ഫ്രം ദി ഫോളോയിങ് ബണ്ടിൽസ്. ഇവിടെ 3 ബണ്ടിൽസ് തന്നിട്ടുണ്ട് അല്ലേ. 3 ബണ്ടിൽസിലും 2 കമ്മോഡിറ്റീസ് വീതമാണുള്ളത്. ഫസ്റ്റ് ബണ്ടിൽ 2, 2, സെക്കൻഡ് ബണ്ടിൽ 2, 3, തേർഡ് ബണ്ടിൽ 1, 2. എന്താണ് മോണോട്ടോണിക് പ്രിഫറൻസ് വരുന്നത്? ആൻസർ എന്താണ്? 2, 3 ഈസ് മോണോട്ടോണിക് പ്രിഫറൻസ്. എന്തുകൊണ്ടാണ് 2, 3 എന്ന് വരുന്നത്? അതിൽ രണ്ടാമത്തെ കമ്മോഡിറ്റി 3 ആണ് അല്ലേ. ഏറ്റവും കൂടുതലുള്ളത് രണ്ടാമത്തെ കമ്മോഡിറ്റി 3 ആണ്. അപ്പോൾ ഫസ്റ്റ് കമ്മോഡിറ്റിയോ 2 ആണ്. 2ഉം 3ഉം വരുന്ന ഏറ്റവും കൂടുതൽ കമ്മോഡിറ്റീസ് കിട്ടുന്ന ഏത് ബണ്ടിൽ നിന്നാണ്? രണ്ടാമത്തെ ബണ്ടിലായിട്ടുള്ള 2, 3യിൽ നിന്നാണ് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ബണ്ടിൽ ഏതാണ്? 2, 3 എന്നുള്ള ബണ്ടിലാണ്. അതിൽ രണ്ടാമത്തെ കമ്മോഡിറ്റി എത്ര ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ട്? 3 ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ട്. ഫസ്റ്റത്തെ കമ്മോഡിറ്റി 2 എണ്ണമാണ് കിട്ടുന്നത് അല്ലേ. ഇപ്പോൾ 2 എണ്ണം നോക്ക്, മറ്റു 2 ബണ്ടിൽസിലും 2ഉം 1ഉം ആണ്, ഇതിൽ 2 ആണ്. അപ്പോൾ അതിൽ കുറവില്ല. പക്ഷെ രണ്ടാമത്തെ കമ്മോഡിറ്റി 3 യൂണിറ്റും കിട്ടുന്നുണ്ട്, അത് ഏറ്റവും കൂടുതൽ കിട്ടുന്നുണ്ട്. സോ 2, 3 ഈസ് മോണോട്ടോണിക് പ്രിഫറൻസ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് കൺസ്യൂമർ വിൽ ഗെറ്റ് ആൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് സെക്കൻഡ് കമ്മോഡിറ്റി വിത്തൗട്ട് എനി റിഡക്ഷൻ ഇൻ ദി ഫസ്റ്റ് കമ്മോഡിറ്റി അല്ലേ. കൺസ്യൂമർക്ക് രണ്ടാമത്തെ കമ്മോഡിറ്റി 1 എക്സ്ട്രാ കിട്ടുന്നുണ്ട് വിത്തൗട്ട് എനി റിഡക്ഷൻ ഇൻ ദി ഫസ്റ്റ് കമ്മോഡിറ്റി. ഫസ്റ്റ് കമ്മോഡിറ്റിയിൽ ഒരു കുറവുമില്ല, അത് 2 തന്നെയാണ്. പക്ഷേ രണ്ടാമത്തെ കമ്മോഡിറ്റി ഒരു എമൗണ്ട് എക്സ്ട്രാ കിട്ടുന്നതും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് സ്കെയിൽ ഓഫ് പ്രിഫറൻസ്. എന്താണ് സ്കെയിൽ ഓഫ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ, ദ കൺസെപ്റ്റ് ഓഫ് സ്കെയിൽ ഓഫ് പ്രിഫറൻസ് മീൻസ് ദാറ്റ് ഡിഫറെൻറ്റ് തിങ്സ് ഹാവ് ഡിഫറെൻറ്റ് ഇമ്പോർട്ടൻസ് ഫോർ ആൻ ഇൻഡിവിജ്വൽ. പല സാധനങ്ങൾക്കും പല രീതിയിലായിരിക്കും ഓരോ കൺസ്യൂമർക്കും പ്രിയപ്പെട്ടതാവുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത്, പ്രാധാന്യം ഉണ്ടാകുന്നത്. എനിക്ക് ഏതാണോ പ്രാധാന്യമുള്ളത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അത് മറ്റൊരാൾക്ക് പ്രാധാന്യമുള്ളതാവണമെന്നില്ല, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആവണമെന്നില്ല. അതേപോലെ അയാൾക്ക് എന്താണോ പ്രിയപ്പെട്ടത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അത് എനിക്കും പ്രിയപ്പെട്ടതാവണമെന്നില്ല. ഓക്കെ, തിങ്സ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ആസ് ടു ഷോ ഹൗ മച്ച് ഓഫ് വൺ തിങ് ഈസ് ഈക്വലൻ്റ് ഇൻ വാല്യൂ ടു സോ മച്ച് ഓഫ് അനദർ തിങ്. അപ്പോൾ ഇത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറേഞ്ച് ചെയ്യുന്നത്? 2 സാധനങ്ങൾ ഉണ്ടെങ്കിൽ ആ 2 സാധനങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും വാല്യൂ ഉള്ളത് ഏതാണോ അതിനടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ സാധനങ്ങളും പ്രിഫറൻസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഏതോ സാധനം വാങ്ങണം എന്നൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്.
So when a consumer chooses a bundle of goods, no other available bundle is preferred to it. ഒരു കൺസ്യൂമർ ഒരു സാധനം ഒരു ബണ്ടിൽ ഓഫ് ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അത് അവർക്ക് പ്രിയപ്പെട്ടത് അല്ലെങ്കിൽ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ മറ്റൊരു ബണ്ടിൽ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അയാൾ ചൂസ് ചെയ്യില്ല. ഓക്കെ, ഇപ്പോൾ സ്കെയിൽ ഓഫ് പ്രിഫറൻസ് പറഞ്ഞാൽ ഏതാണ് ഏറ്റവും താല്പര്യമുള്ളത് എന്ന് വരുന്നത്, അയാൾക്ക് ഏതാണോ വാല്യൂ കൂടുതലുള്ളത്, അയാൾക്ക് ഏതാണോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അതിന് അയാൾ ഒരുപാട് മുൻഗണന കൊടുക്കും. ഓക്കെ, so next we move on to indifference curve analysis. So the indifference curve approach explaining the theory of consumer behavior was originated by the Italian economist Wilfred Pareto and elaborated and popularized by two British economists RGD Allen and John R. Hicks. ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ വരുന്ന ഒരു പാർട്ടാണല്ലേ. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസും. ആരാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്? വിൽഫ്രഡ് പെരേറ്റോ. അത് പോപ്പുലറൈസ് ചെയ്തത് ആരൊക്കെ കൂടിയിട്ടാ? അലൻ ആൻഡ് ഹിക്സ്. So in indifference theory, the consumer's taste or preferences are shown by the indifference curve. ഇൻഡിഫറൻസ് കർവ് ഉപയോഗിച്ചുകൊണ്ടാണ് കൺസ്യൂമറുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനെ കുറിച്ചൊക്കെ ഇൻഡിഫറൻസ് തിയറിയിൽ പറയുന്നത്. ഓക്കെ, ഇനി ഇൻഡിഫറൻസ് കർവിൽ അനാലിസിസിൽ വരുന്ന അസംഷൻസ്, അതായത് ഇൻഡിഫറൻസ് കർവിൽ വരുന്ന അസംഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി പറയുന്നത്. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു അസംഷൻസ് ഇൻ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. ഇൻഡിഫറൻസ് കർവ് അനാലിസിസിൽ വരുന്ന ധാരണകൾ, അനുമാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് റാഷണാലിറ്റി, സെക്കൻഡ് ഈസ് യൂട്ടിലിറ്റി ഈസ് ഓർഡിനൽ, തേർഡ് ഈസ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഫോർത്ത് ഈസ് ഡിപ്പെൻഡൻറ്റ് യൂട്ടിലിറ്റീസ്, ഫിഫ്ത്ത് ഈസ് കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് ഈസ് ട്രാൻസിറ്റീവ്, സിക്സ്ത് ഈസ് കൺസിസ്റ്റൻസി ഇൻ ചോയ്സ്, and the last one is a larger bundle of good is always preferred to smaller bundles. അപ്പോൾ ആദ്യത്തേത് എന്താണ്? റാഷണാലിറ്റി. ഇത് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. റാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഷുഡ് ബി റാഷണൽ, അതായത് ഒരു യുക്തിപൂർവമായിട്ടുള്ളവരായിരിക്കും അല്ലേ. അവരുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ദേ വാണ്ട് ടു മാക്സിമൈസ് ദെയർ സാറ്റിസ്ഫാക്ഷൻ ഓർ യൂട്ടിലിറ്റി ഫ്രം ഹിസ് ലിമിറ്റഡ് ഇൻകം ആൻഡ് ദി പ്രൈസസ് ഓഫ് ദി കമ്മോഡിറ്റി. ഒരു കൺസ്യൂമറുടെ ആവശ്യം എന്താണ്? They want to acquire maximum satisfaction or maximum utility from his limited income. Then second one is utility is ordinal. അത് ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂട്ടിലിറ്റി ഈസ് ഡിസ്ക്രൈബ്ഡ് വിത്തൗട്ട് നമ്പേഴ്സ് ഈസ് കോൾഡ് ഓർഡിനൽ യൂട്ടിലിറ്റി അല്ലേ. നമ്പർ ഉപയോഗിക്കാതെ, മെഷർ ചെയ്യാതെ പറയുന്നതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി. ദ കൺസ്യൂമർ ക്യാൻ റാങ്ക് ഹിസ് പ്രിഫറൻസസ് ലൈക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സോ ഓൺ അക്കോർഡിംഗ് ടു ദ സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ഫ്രം ഈച്ച് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ്. കൺസ്യൂമർ എന്താണ് ചെയ്യുന്നത്? അവരുടെ പ്രിഫറൻസിനനുസരിച്ചിട്ട് ഏതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ബണ്ടിൽസിനും റാങ്ക് കൊടുക്കും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന രീതിയിൽ റാങ്ക് കൊടുക്കും. ഏതിൻ്റെ ബേസിലാണ്? അത് സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ഫ്രം ഈച്ച് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ്. ഇപ്പോൾ ഓരോ ബണ്ടിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബണ്ടിൽസിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അടിസ്ഥാനത്തിൽ ഓരോ ബണ്ടിൽസിനും റാങ്ക് കൊടുക്കുന്ന രീതിയാണ് ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ വരിക. സോ ഹിയർ ദ യൂട്ടിലിറ്റി ഈസ് ഡിസ്ക്രൈബ്ഡ് വിത്തൗട്ട് നമ്പേഴ്സ് അല്ലേ. നമ്പേഴ്സ് ഉപയോഗിക്കാതെയാണ് പറയുന്നത്. യൂട്ടിലിറ്റി ഒരിക്കലും മെഷർ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ദെൻ ദ തേർഡ് വൺ ഈസ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. Here the consumer preferences are ranked in terms of indifference curves. Indifference curves are convex to the origin. നമ്മൾ പറഞ്ഞു അല്ലേ, ഇൻഡിഫറൻസ് കർവ് ആണ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ നമ്മളൊരു ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് ടു ദ ഒറിജിൻ. ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺവെക്സ് ആണ്. The convexity of indifference curves implies diminishing marginal rate of substitution. എന്തുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ആയി എന്ന് പറയുന്നത്? It means that there is diminishing marginal rate of substitution. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ കുറയുന്നത് കൊണ്ടാണ്. എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ? ഇറ്റ് മീൻസ് ദാറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് വൈ the consumer is willing to sacrifice for each additional unit of X becomes successively smaller. X എന്നുള്ള കമ്മോഡിറ്റി
ഒരു എക്സ്ട്രാ എമൗണ്ട് കൂടി വാങ്ങണമെന്നുണ്ടെങ്കിൽ Y എന്ന കമ്മോഡിറ്റിയുടെ കൺസംഷൻ എത്ര കുറക്കും? അതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരു കമ്മോഡിറ്റി എക്സ്ട്രാ വാങ്ങണമെന്നുണ്ടെങ്കിൽ മറ്റേ കമ്മോഡിറ്റിയുടെ കൺസംഷൻ എത്ര കുറക്കുന്നു എന്നുള്ളതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. So here the diminishing marginal rate of substitution is one of the assumptions of indifference curve. Okay. Then the fourth one is dependent utilities. Dependent utility means the total utility of the consumer depends on the quantities of the commodities consumed. Total utility ഏതിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്? This depends on the quantities of the commodities consumed. നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുള്ള കമ്മോഡിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ടോട്ടൽ യൂട്ടിലിറ്റി പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, യൂട്ടിലിറ്റി ഈസ് ദി ഫങ്ഷൻ ഓഫ് Q1, Q2, Q3 അപ് ടു Qn. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഏതിൻ്റെ ഒരു ഫങ്ഷനാണ്? നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയുടെ ഫങ്ഷനാണ്. എത്ര സാധനങ്ങൾ വാങ്ങുന്നുണ്ടോ അതിൽ നിന്നെല്ലാം കിട്ടുന്ന യൂട്ടിലിറ്റിയാണ് ടോട്ടൽ യൂട്ടിലിറ്റി. Then the fifth one is consumers' preferences is transitive. കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് ഇസ് ട്രാൻസിറ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഇഫ് ദ കൺസ്യൂമർ പ്രിഫേഴ്സ് ബണ്ടിൽ എ ടു ബി ആൻഡ് ബി ഈസ് പ്രിഫേർഡ് ടു സി ദെൻ ഹീ പ്രിഫേഴ്സ് എ ടു സി. ഇപ്പം 3 ബണ്ടിലുണ്ട് എന്ന് കരുതുക, എയും ബിയും സിയും. ഒരു കൺസ്യൂമർക്ക് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എ ആണ്. കമ്പയർ ചെയ്യാട്ടോ, എ ടു ബി. അത് എയും ബിയും ആണെന്നുണ്ടെങ്കിൽ അയാൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഏതാണ്? എ ആണ്. ഇനി ബിയും സിയും ആണുള്ളതെങ്കിൽ എന്ത് ചെയ്യും? ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ബി ആണ്. സോ 3 ബണ്ടിലുണ്ട്, എയും ബിയും സിയും. എയും ബിയും ആണുള്ളത് വാങ്ങാനുള്ളതെങ്കിൽ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എ എന്ന ബണ്ടിലാണ്. ഇനി ബിയും സിയും ആണ് വാങ്ങാനുള്ളത് എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഏതാണ്? ബി എന്ന ബണ്ടിലാണ്. ദെൻ ഹി പ്രിഫേഴ്സ് എ ടു സി. അപ്പോൾ 3 ബണ്ടിലുണ്ട്, എയും ബിയും സിയും എന്നുണ്ടെങ്കിൽ എയും സിയും ആണ് ഉള്ളതെങ്കിൽ ഏത് പ്രിഫർ ചെയ്യും? എ പ്രിഫർ ചെയ്യും. അല്ലേ? അതല്ലേ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. മനസ്സിലായോ? അതായത് 3 ബണ്ടിലുണ്ട്, എയും ബിയും സിയും. എയും ബിയും ആണ് ഒരു കോമ്പിനേഷനായി വരുന്നതെങ്കിൽ ഏത് പ്രിഫർ ചെയ്യും? എ ആണ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നത്, അപ്പോൾ എ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇനി ബിയും സി ആണ് ഉള്ളതെങ്കിൽ സി കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഏത് പ്രിഫർ ചെയ്യും? ബി പ്രിഫർ ചെയ്യും. ഇനി എയും സി ആണെന്നുണ്ടെങ്കിൽ ഏത് പ്രിഫർ ചെയ്യും? എ പ്രിഫർ ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് കൺസ്യൂമേഴ്സ് പ്രിഫറൻസ് ഈസ് ട്രാൻസിറ്റീവ്. ദെൻ കൺസിസ്റ്റൻസി. 6th one is consistency in choice. കൺസിസ്റ്റൻസി ആണ് ഉറപ്പാക്കുക അല്ലേ? If the consumer chooses bundles A over B in one period, he will not choose bundle B over A in another period if both bundles are available to him. അതൊരു കൺസ്യൂമർക്ക് 2 ബണ്ടിൽ അവൈലബിൾ ആണ്. ഏതൊക്കെയാണ്? എയും ബിയും. അങ്ങനെ ആകുമ്പോൾ ഒരു പീരീഡിൽ കൺസ്യൂമർ ചൂസ് ചെയ്യുന്നത് എ ആണ്. ബിനെക്കാളും ചൂസ് ചെയ്യുന്നത് ഏതാണ്? എ ആണ് ചൂസ് ചെയ്യുന്നത്. സോ ഹി വിൽ നോട്ട് ചൂസ് ബണ്ടിൽ ബി ഓവർ എ ഇൻ അനദർ പീരീഡ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മറ്റൊരു പീരീഡിൽ ബി എന്ത് ചെയ്യില്ല? ബിനെ ചൂസ് ചെയ്യില്ല, എനേക്കാളും ബിനെ ചൂസ് ചെയ്യില്ല. എപ്പോഴും എ എന്നുള്ളൊരു ബണ്ടിൽ തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുക. സോ കൺസിസ്റ്റൻസി ഒരു ഉറപ്പാക്കി നിർത്തുകയാണ് അല്ലേ? കൺസിസ്റ്റൻസി ഇൻ ചോയ്സ്. ഓക്കെ. The 7th one is a larger bundle of goods is always preferred to a smaller bundle. അത് ഒബ്വിയസ്ലി അങ്ങനെ ആയിരിക്കും. എ ലാർജർ ബണ്ടിൽ ഓഫ് ഗുഡ്സ് ഈസ് ഓൾവേസ് പ്രിഫർ ടു എ സ്മോളർ ബണ്ടിൽ. എ ബണ്ടിൽ ഈസ് ലാർജർ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് മോർ ഓഫ് വൺ ഗുഡ് ആൻഡ് അറ്റ് ലീസ്റ്റ് ആസ് മെനി ഓഫ് അതർ ഗുഡ്സ്. ഒരു കൺസ്യൂമറെ ലാർജർ ബണ്ടിലായിരിക്കും. സ്മോളർ ബണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ലാർജർ ബണ്ടിലായിരിക്കുമല്ലോ ചൂസ് ചെയ്യുക. എന്താണ്? അതിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അസംഷൻസ് വരുന്നത്? റാഷണാലിറ്റി, യൂട്ടിലിറ്റി ഈസ് ഓർഡിനൽ, ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയാറുണ്ട് കേട്ടോ, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ദെൻ 4th one is dependent utilities. Then 5th is consumers' preference is transitive. 6th is consistency in choice. The last one is a larger bundle of good is always preferred to smaller bundles. Okay. Next we move on to indifference curve. Indifferent ആണ് ഉദാസീനത എന്നുള്ളതാണ് കേട്ടോ. ഉദാസീനത വക്രം എന്നുള്ളതാണ് ഇൻഡിഫറൻസ് കർവിൻ്റെ മീനിങ്. സോ ഇറ്റ് ഈസ് ഇൻവെൻറ്റഡ് ബൈ എഡ്ജ്വർത്ത്. ആരാണ് കൊണ്ടുവന്നത്? എഡ്ജ്വർത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. A consumer's preferences over the set of available bundles can often be represented diagrammatically.
ഇപ്പോൾ ഒരുപാട് ബണ്ടിൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ബണ്ടിൽസിൻ്റെ ഇടയിൽ കൺസ്യൂമറുടെ പ്രിഫറൻസ് നമുക്ക് ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. അതായത് ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ പറയുന്നതാണ് ഇൻഡിഫറൻസ് കർവ്. എന്താണ് ഇൻഡിഫറൻസ് കർവിൻ്റെ ഡെഫിനേഷൻ? An indifference curve is the locus of all bundles which are giving same level of satisfaction to the consumer. ഒരു കൺസ്യൂമർക്ക് സെയിം ലെവൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ബണ്ടിൽസിനെ യോജിപ്പിച്ചാൽ കിട്ടുന്ന രേഖയാണ് ഇൻഡിഫറൻസ് കർവ്. Okay, since all points on an indifference curve yield the same satisfaction to the consumer, it can also be called an isoutility curve. ഇപ്പോൾ ഇൻഡിഫറൻസ് കർവിൻ്റെ മറ്റൊരു പേരാണ് ഐസോയൂട്ടിലിറ്റി കർവ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇൻഡിഫറൻസ് കർവിലെ എല്ലാ പോയിൻറ്സും സെയിം സാറ്റിസ്ഫാക്ഷനാണ് നൽകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഐസോയൂട്ടിലിറ്റി കർവ് എന്ന പേരിലും കൂടെ അറിയപ്പെടുന്നത്. സോ എ കൺസ്യൂമർ വിൽ ബി ഇൻഡിഫറൻറ്റ് എമംഗ് ദീസ് ബണ്ടിൽസ്. സോ ഒരേപോലെയുള്ള സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കൺസ്യൂമർ ഈ ബണ്ടിൽസിൻ്റെ ഇടയിൽ ഇൻഡിഫറൻ്റ് ആയിരിക്കും. ഏതാണ് എന്ന് പറയാൻ കഴിയില്ല, ഏതായാലും കുഴപ്പമില്ല എന്ന രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇൻഡിഫറൻസ് കർവ് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതും കൂടി നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇൻഡിഫറൻസ് കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേബിളാണ് കേട്ടോ. അതായത് ഇൻഡിഫറൻസ് ഷെഡ്യൂളാണ് കൊടുത്തിട്ടുള്ളത്. ഇൻഡിഫറൻസ് ഷെഡ്യൂൾ ഷോയിങ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് 2 goods ഈസ് പ്രസൻറ്റഡ് ബിലോ. 2 കമ്മോഡിറ്റീസാണ് വാങ്ങുന്നത്, എക്സും വൈയും. അപ്പോൾ അതിനൊരു ബണ്ടിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ, അതിൻ്റെ കോമ്പിനേഷനും കൊടുത്തിട്ടുണ്ട്. കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്? എ ബി സി ഡി ഇ എഫ്. കമ്മോഡിറ്റി എക്സും കമ്മോഡിറ്റി വൈയിലും ഓരോ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇൻഡിഫറൻസ് കർവാണല്ലേ. ഇപ്പോൾ ഫസ്റ്റ് എ എന്നുള്ള കോമ്പിനേഷനിൽ എത്രയാണ് എക്സ് വരുന്നത്? 1x-ഉം 20 യൂണിറ്റ് വൈയും വരുന്നുണ്ട്. അപ്പോൾ 1 കമ്മോഡിറ്റി എക്സ് ആക്സിലും കമ്മോഡിറ്റി വൈ ആക്സിലും കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ കമ്മോഡിറ്റി എക്സിൻ്റെ ഭാഗത്ത് നോക്കിയാൽ 1 വരേണ്ട നേരെ പോയാൽ നമുക്ക് എത്ര വൈ കിട്ടുന്നുണ്ട്? 20 വൈ കിട്ടുന്നുണ്ട് അല്ലേ. ഇനി ബി എന്നുള്ള കോമ്പിനേഷൻ ആകുമ്പോൾ 2 യൂണിറ്റ്സ് ഓഫ് എക്സും 16 യൂണിറ്റ്സ് ഓഫ് വൈയും. സി എന്ന കോമ്പിനേഷൻ ആകുമ്പോൾ എത്ര എക്സ് ആണ്? 3 യൂണിറ്റ് ഓഫ് എക്സും 9 യൂണിറ്റ്സ് ഓഫ് വൈയും. ഡി എന്ന കോമ്പിനേഷൻ ആകുമ്പോൾ 4 യൂണിറ്റ് ഓഫ് എക്സും 5 യൂണിറ്റ്സ് ഓഫ് വൈയും. ഓക്കെ, ഇനി 5th കോമ്പിനേഷൻ വരുമ്പോൾ ഇ എന്ന് വരുന്നത് എത്രയാണ്? ഇ എന്നുള്ള പോയിന്റിൽ വരുന്നത് 5 യൂണിറ്റ് ഓഫ് എക്സും പിന്നെ 3 യൂണിറ്റ് ഓഫ് വൈയും. ഇനി 6th എഫ് എന്നുള്ള കോമ്പിനേഷനിൽ വരുന്നത് 6 യൂണിറ്റ് ഓഫ് എക്സും 2 യൂണിറ്റ് ഓഫ് വൈയും. അപ്പോൾ ഇതെല്ലാം യോജിപ്പിച്ചാൽ കിട്ടുന്ന ഒരു രേഖയാണ് ഇൻഡിഫറൻസ് കർവ്. അതായത് എ ബി സി ഡി ഇ എഫ് എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഈ കോമ്പിനേഷൻസ് അടയാളപ്പെടുത്തിയാൽ കിട്ടും. ഈ കോമ്പിനേഷൻസിന് ഒക്കെ യോജിപ്പിച്ചാൽ കിട്ടുന്ന രേഖയാണ് എന്ത്? ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ ഈ എ ബി സി ഡി ഇ എഫ് എന്നുള്ള പോയിന്റിലുള്ള ബണ്ടിൽസ് ഒക്കെ എന്താണ്? സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനാണ് ആർക്ക് കൊടുക്കുന്നത്? കൺസ്യൂമർക്ക് കൊടുക്കുന്നത്. സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത് കൊണ്ട് തന്നെ ഇൻഡിഫറൻസ് കർവിനെ ഐസോയൂട്ടിലിറ്റി കർവ് എന്ന പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. Okay. Next we move on to indifference map. What is indifference map? A group of indifference curves is known as indifference map. Indifference curve-ന്റെ ഒരു കൂട്ടമാണ് indifference map കേട്ടോ. A set of indifference curve is called an indifference map. So any curve that lies to the right of another is said to be higher. ഇപ്പോൾ ഏത് കർവും ഒരു ഇൻഡിഫറൻസ് കർവിൻ്റെ റൈറ്റിലെ വലതുവശത്താണെന്നുണ്ടെങ്കിൽ അത് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് കൊടുക്കുന്നത്. അതേപോലെ ലെഫ്റ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ ലോ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. സോ ഹയർ ഐ സി ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ലോവർ ഐ സി ഷോസ് ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഐ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ ഹയർ ഇൻഡിഫറൻസ് കർവ് ആണെന്നുണ്ടെങ്കിൽ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനും ലോ ഇൻഡിഫറൻസ് കർവ് ആണെന്നുണ്ടെങ്കിൽ ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനും കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ ഒരു മാപ്പിൽ കൊടുത്തിട്ടുണ്ട്, ആൻ ഇൻഡിഫറൻസ് മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ കർവ് IC2 ഷോസ് എ ഹൈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ദാൻ IC1. അപ്പോൾ IC2 ഇവിടെ IC1, IC2, IC3, IC4 എന്ന് പറഞ്ഞാൽ 4 ഇൻഡിഫറൻസ് കർവ്സ് ഉണ്ട് അല്ലേ. ഇവിടെ IC2 IC1-നേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കാണിക്കുന്നുണ്ട്. IC3 IC2-നേക്കാളും കൂടുതൽ. IC4 ആകുമ്പോൾ IC1ഉം IC2 IC3-നേക്കാളൊക്കെ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് IC4-ലാണ്.
So the numbers assigned to the indifference curves indicate only the different levels of satisfaction. IC1, IC2, IC3, IC4 എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ IC2നേക്കാളും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഇൻഡിഫറൻസ് കർവാണ് IC3യും IC4ഉം. ഏറ്റവും ലോ ലെവൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എവിടുന്ന IC1 നിന്നാണ്. ഓക്കെ, അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവിനെ പറയുന്ന പേരാണ് ഇൻഡിഫറൻസ് മാപ്പ്. So next we move on to properties or characteristics of indifference curves. എന്തൊക്കെയാണ് ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സോ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്സ് ആർ ദി ഫോളോയിങ്. എന്തൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ ഈസ് IC always slopes downwards from left to right, അതായത് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. Then second one is indifference curves are convex towards the origin. Third is indifference curves never intersect each other. The last one is higher IC represents higher level of satisfaction. ഏതാണ് ആദ്യത്തേത്? ഇൻഡിഫറൻസ് കർവ്സ് ആർ നെഗറ്റീവ്ലി സ്ലോപ്ഡ് അല്ലെങ്കിൽ ഇറ്റ് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. So an indifference curve shows the locus of the combinations of two goods that are equally preferable to a consumer. ഒരു കൺസ്യൂമറിന് ഈക്വലി പ്രിഫറബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റീസ് ആണ് അല്ലെങ്കിൽ ബണ്ടിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്, ഇൻഡിഫറൻസ് കർവ് ഉപയോഗിച്ചുകൊണ്ട് കാണിക്കുന്നത്. Thus an increase in the quantity of one commodity X means a decrease in the quantity of the other Y and vice versa. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, കമ്മോഡിറ്റി എക്സും കമ്മോഡിറ്റി വൈ ഉപയോഗിച്ചുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റി കൂടുതൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ മറ്റൊരു കമ്മോഡിറ്റി കൺസംഷൻ കുറയ്ക്കേണ്ടി വരും. ഇപ്പോൾ എക്സ് കൂടുതൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ വൈ എന്നുള്ള കമ്മോഡിറ്റി എന്ത് ചെയ്യേണ്ടി വരും? കുറയ്ക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ABCDF എന്ന് പറയുന്ന കോമ്പിനേഷനൊക്കെ രണ്ട് കമ്മോഡിറ്റിൻ്റെ കോമ്പിനേഷനാണ് അല്ലേ, എക്സിൻ്റെയും വൈൻ്റെയും. ഇപ്പോൾ എക്സ് എന്നുള്ള കമ്മോഡിറ്റിയാണ് കൂടുതൽ വാങ്ങേണ്ടതെങ്കിൽ വൈയുടെ കൺസംഷൻ കുറയ്ക്കേണ്ടി വരും. വൈ ആണ് കൂടുതൽ വാങ്ങേണ്ടതെങ്കിൽ എക്സിൻ്റെ കൺസംഷൻ കുറയ്ക്കേണ്ടി വരും. The consumer can stay on its same indifference curve only if an increase in X is compensated by a decrease in Y. ഒരു കൺസ്യൂമർക്ക് സെയിം ഇൻഡിഫറൻസ് കർവ് തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ, ഒന്ന് കൂട്ടണം എന്നുണ്ടെങ്കിൽ മറ്റേത് എന്ത് ചെയ്യണം? കുറയ്ക്കേണ്ടി വരും. കോമ്പൻസേഷൻ നടത്തേണ്ടി വരും. സോ ഒരു ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ്, അതായത് ഇറ്റ് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ദെൻ സെക്കൻഡ് വൺ എന്താണ്? ഇൻഡിഫറൻസ് കർവ്സ് ആർ കോൺവെക്സ് ടുവേർഡ്സ് ദ ഒറിജിൻ. ഇൻഡിഫറൻസ് കർവ് എന്താണ് പറയുന്നത്? കോൺവെക്സ് ടു ദ ഒറിജിൻ അല്ലേ. Convexity of indifference curves means that they bow inward towards the origin. അത് എങ്ങോട്ട് തള്ളിക്കൊണ്ടിരിക്കും? അത് അകത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന പോലെയാണല്ലേ. The slope of an indifference curve ഒറിജിനിൽ നോക്കുമ്പോൾ ഒറിജിൻ്റെ അകത്തേക്ക് തള്ളിക്കൊണ്ട് നിൽക്കുന്ന രീതിയിലായിരിക്കും. Okay, the slope of an indifference curve decreases as we move along the curve in the downward direction to the right. This is due to the diminishing marginal rate of substitution. എന്തുകൊണ്ടാണ് കോൺവെക്സ് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിമിനിഷ് ചെയ്യുന്നത് കൊണ്ടാണെന്നല്ലേ. എന്താ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് മീൻസ് ദാറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് വൈ ദ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു സാക്രിഫൈസ് ഫോർ ഈച്ച് അഡീഷണൽ യൂണിറ്റ് ഓഫ് എക്സ് ബിക്കം സക്സസീവ്ലി സ്മോളർ. അതായത് വൈ എന്നുള്ള കമ്മോഡിറ്റി ഒരു എമൗണ്ടും കൂടി വാങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര എക്സ് നമ്മൾ സാക്രിഫൈസ് ചെയ്യും എന്നുള്ളതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അത് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ടു ദ ഒറിജിൻ എന്ന് പറയാറുണ്ട്. ദെൻ മൂന്നാമത്തേത് IC നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. ഇൻഡിഫറൻസ് കർവ് പരസ്പരം ക്രോസ് ചെയ്യില്ല, അത് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല, പരസ്പരം ക്രോസ് ചെയ്യാറില്ല, കൂട്ടിമുട്ടാറില്ല. ഓക്കെ, എന്താ അതിൻ്റെ റീസൺ? ബിക്കോസ് ഈച്ച് ഇൻഡിഫറൻസ് കർവ് റെപ്രസെൻറ്റ്സ് എ ഗിവൺ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ദേ കനോട്ട് ഇൻ്റർസെക്റ്റ്. ഓരോ ഇൻഡിഫറൻസ് കർവും കാണിക്കുന്നത് എന്താണ്? ഓരോ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനെയാണ്. ഓക്കെ, ഇപ്പോൾ IC1 പറയുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ല IC2 ഉണ്ടാവുക, അതിനേക്കാളും കൂടുതലാണ് നമ്മൾ പറഞ്ഞില്ലേ. IC2 ഇവിടെ ഉണ്ടാവും, IC3 ഉണ്ടാവും. അപ്പോൾ ഓരോ ഇൻഡിഫറൻസ് കർവും കാണിക്കുന്നത് ഓരോ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനാണ്. അതുകൊണ്ട് തന്നെ അത് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഓക്കെ, ദെൻ ദ ഫോർത്ത് വൺ ഈസ് ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെൻറ്റ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഹയർ ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്നത് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ആൻഡ് ഇൻഡിഫറൻസ് curve that lies farther from the origin represent a greater level of satisfaction than one closer to the origin. More is preferred to less.
അപ്പോൾ നമ്മുടെ ഇൻഡിഫറൻസ് മാപ്പ് പറഞ്ഞപ്പോൾ തന്നെ IC1, IC2, IC3, IC4 പറഞ്ഞില്ലേ. അപ്പോൾ IC1നേക്കാളും എത്രയോ കൂടുതലാണ് IC4ൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ IC1ഉം IC2ഉം തമ്മിൽ വലിയ ഗ്യാപ്പ് വരുന്നില്ല അല്ലേ. അതിനേക്കാൾ എത്രയോ കൂടുതലാണ് IC4ൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കാണിക്കുന്നുണ്ട് ഹയർ ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ ഏറ്റവും കൂടുതലാണ് നമ്മൾ ഏറ്റവും കുറവിനേക്കാളും പ്രിഫർ ചെയ്യുക ഏറ്റവും കൂടുതലുള്ളതാണ്. So consumers always prefer an indifference curve that lies farther from the origin to one that lies closer to the origin. അപ്പോൾ ഏതും IC1ൻ്റെ അടുത്ത് നിൽക്കുന്ന IC2 ആണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഏതാണ്? IC4 ആയിരിക്കും. ഏറ്റവും ലോങ്ങിൽ വരുന്നത് ഏതാണോ അതായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഇത്രത്തോളമാണ് പ്രോപ്പർട്ടീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പ്രോപ്പർട്ടീസ് പറഞ്ഞില്ലേ, IC never intersect each other. അപ്പോൾ അതിലൊരു എക്സ്പ്ലനേഷൻ വരുന്നുണ്ട് കേട്ടോ, ഗ്രാഫ് വെച്ചിട്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. എങ്ങനെയാണ് പറയാൻ നോക്കാം, നമുക്ക് ഗ്രാഫ് വെച്ചിട്ട് എങ്ങനെയാണ് പറയണമെന്ന് നോക്കാം. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് കനോട്ട് ക്രോസ് ഓർ അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ നമ്മൾ പറഞ്ഞു അല്ലേ. എന്തുകൊണ്ടാണ്? എല്ലാ ഇൻഡിഫറൻസ് കർവ്, അതായത് ഓരോ ഇൻഡിഫറൻസ് കർവും കാണിക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ നമുക്കൊരു ഗ്രാഫ് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എയും ബിയും സിയും എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ടല്ലേ, രണ്ട് ഇൻഡിഫറൻസ് കർവ് കൊടുത്തിട്ടുണ്ട്, IC1ഉം IC2ഉം. ആ IC1ഉം IC2ലും കൂടെ 3 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, എയും ബിയും സിയും അല്ലേ. എ എന്ന് പറയുന്നത് കോമൺ, ഇൻ്റർസെക്റ്റ് ചെയ്താൽ കോമൺ ആയിട്ട് ഒരു പോയിൻ്റ് വരും, എ എന്ന് പറയുന്ന പോയിൻ്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗത്ത്. ബിയും സിയും, ബി എന്നുള്ളത് ഹയർ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന IC2ൽ വരുന്നതാണ്. IC1 ആകുമ്പോൾ IC1ൽ വരുന്ന പോയിന്റ് സി ആണ്. അപ്പോൾ നമുക്ക് ഗ്രാഫ് വെച്ചിട്ട് എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് പറയാൻ പറ്റും. അപ്പോൾ ബൈ ഡെഫിനിഷൻ എ കൺസ്യൂമർ കുഡ് ബി ഇൻഡിഫറൻറ്റ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് എ ആൻഡ് സി ബിക്കോസ് ദേ ആർ ഓൺ ദി സെയിം ഇൻഡിഫറൻസ് കർവ്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയും സിയും എന്നുള്ള പോയിന്റിനെ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എയും സിൻ്റെ ഇടയിൽ കൺസ്യൂമർ ഇൻഡിഫറൻ്റ് ആയിരിക്കും, കാരണം ഒരേ ലെവൽ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ കൊടുക്കുന്നത്. ഇനി എയും ബി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ IC2ൽ വരുന്നതാണല്ലേ. എയും ബി എടുക്കുകയാണെങ്കിൽ അത് IC2ൽ വരുന്നതും, എയും സിയും എടുക്കുകയാണെങ്കിൽ IC1ൽ വരുന്നതായിരിക്കും. എയും ബി എന്നുള്ള കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് അവിടെയും കൺസ്യൂമർ ഇൻഡിഫറൻ്റ് ആയിരിക്കും, ഏതെടുത്താലും കുഴപ്പമില്ല. എയും സി ആണെന്നുണ്ടെങ്കിലും കൺസ്യൂമർ ഇൻഡിഫറൻ്റ് ആയിരിക്കും, ഏതെടുത്താലും കുഴപ്പമില്ലല്ലോ. The consumer will prefer B to C because point B gives a high level of satisfaction. ഇനി എവിടെ പ്രശ്നം വരിക? ബിയും സിയും എന്നുള്ള രണ്ട് ബണ്ടിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം വരും അല്ലേ. IC2 ആണല്ലോ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നത്. അപ്പം എന്താണ്? ബി ആയിരിക്കും ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരിക എന്ന് പറയുന്നത് അല്ലേ. സി എന്താണ്? അത്ര സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നില്ല, ലോ ആണ്. So the consumer will prefer B to C because point B gives a high level of satisfaction. If B is preferred to C, A cannot have the same utility as both B and C. So B ആണ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത് എന്നുള്ളതിൻ്റെ പേരിൽ സിനേക്കാളും നമ്മൾ ബി ആണ് പ്രിഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ പ്രശ്നം വരുന്നത് എയും സിയും സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് നൽകുന്നതെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ എയും സിയും ഒരേ ലെവൽ സാറ്റിസ്ഫാക്ഷനാണ് നൽകുന്നതെന്ന് പറഞ്ഞു അല്ലേ. കാരണം എന്താണ്? എ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ വരുന്ന ബണ്ടിലാണ്, അത് IC1നും IC2നും കോമൺ ആണ്. എയും സിയും അതുപോലെ എയും ബിയും സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ബിൻ്റെ സിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ബി ആണ് ഏറ്റവും ഉയർന്ന ലെവലിൽ നിൽക്കുന്നത് അല്ലേ. IC2ൽ നിൽക്കുന്നത് ബി എന്ന് പറയുന്ന പോയിൻ്റാണ്. അപ്പോൾ ബിയും സിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ ബി ആണ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുക. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ എയും ബിയും സിയും എല്ലാം സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പോൾ ഒരിക്കലും പ്രാക്ടിക്കലി വരില്ല, ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് അൺഈക്വലായിട്ട് വരുന്ന പോയിൻ്റാണ് അല്ലേ, ഏത് ബിയും സിയും അൺഈക്വലായി വരുന്ന പോയിൻ്റാണ്. രണ്ടും ഡിഫറെൻറ്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനാണ് കൊടുക്കുന്നത് പറഞ്ഞു. പക്ഷേ എ എടുക്കുമ്പോൾ എന്താണ്? ബിക്കും സിക്കും ഈക്വലായി വരുന്ന പോയിൻ്റാണ് എ എന്ന് പറയുന്നത്. സോ 2 അൺഈക്വൽ പോയിൻറ്റ്സ് കനോട്ട് ബിക്കം ഈക്വൽ അറ്റ് എ തേർഡ് പോയിൻറ്റ്. ബിയും സിയും അൺഈക്വലായിട്ട് വരുന്ന ഒരു പോയിൻ്റാണ്, അത് രണ്ടും എക്ക് ഈക്വലാണെന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ ദിസ് വുഡ് ബി എ ലോജിക്കൽ ഇമ്പോസിബിലിറ്റി. Thus, it would be inconsistent for indifference curve to intersect one another. ഓക്കെ, ഇതും കൂടെ ഓർത്ത് വെക്കണം. ഈ ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യം എക്സ്പ്ലനേഷനും കൂടെ നമ്മൾ ഓർത്ത് വെക്കണം കേട്ടോ. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ മൂന്നാമത്തേത് പറഞ്ഞതിന് ശേഷം ഈ ഒരു ഗ്രാഫ് വരച്ചിട്ട് എഴുതുക. ഓക്കെ.
അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിനെ കുറിച്ചിട്ടാണ്. ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്, അതിൻ്റെ അസംഷൻ, ഇൻഡിഫറൻസ് കർവ് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്സ്, അതുപോലെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, പിന്നെ പ്രൈസ് ലൈന് ഒക്കെ വരുന്നുണ്ട്. അതെല്ലാം പറഞ്ഞതിന് ശേഷം നമുക്ക് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ കൺസ്യൂമർ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് എന്നുള്ള പോയിന്റും കൂടെ പറയാൻ പറ്റുള്ളൂ.